കേട്ടറ്റ്, മലയാളം, സെറ്റ്, നെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ കുറച്ച് ചോദ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ചോദ്യം 1. ദക്ഷയാഗം എന്ന ആട്ടക്കഥ രചിച്ചതാര്? ഓപ്ഷൻസ്: ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ഇരയിമ്മൻ തമ്പി, മഹാകവി കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ. ആൻസർ ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഇരയിമ്മൻ തമ്പി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: പി കുഞ്ഞിരാമൻ നായരുടെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി ഏത്? സന്ധ്യ, പ്രേമസംഗീതം, കളിയച്ഛൻ, പൂജാപുഷ്പം. ആൻസർ ഓപ്ഷൻ സി, കളിയച്ഛൻ. 3. തോട്ടം കവിതകൾ എന്നറിയപ്പെടുന്നത് ആരുടെ കൃതികളാണ്? മേരി ജോൺ തോട്ടം, ബാലാമണിയമ്മ, സുഗതകുമാരി, കമലാ സുരയ്യ. ആൻസർ ഓപ്ഷൻ എ, മേരി ജോൺ തോട്ടം. 4. സി വി രാമൻപിള്ള രചിച്ച സാമൂഹ്യ നോവൽ ഏത്? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ, പ്രേമാമൃതം. ഓപ്ഷൻ ഡി, പ്രേമാമൃതം. 5. ക്വസ്റ്റ്യൻ: ONVയുടെ ആദ്യ കവിതാ സമാഹാരം ഏത്? പാനപാത്രം, അക്ഷയം, ഉജ്ജയിനി, ഭൂമിക്കൊരു ചരമഗീതം. ഇത് 4 ONVയുടെ കൃതികളാണ്. ഇതിൽ ആദ്യ കവിതാ സമാഹാരമാണ് ഓപ്ഷൻ എ, പാനപാത്രം. 6. ചോദ്യം: ആദ്യത്തെ തിരുവിതാംകൂർ ചരിത്രം, ആദ്യത്തെ ഭാഷാ വ്യാകരണം എന്നിവ തയ്യാറാക്കിയത് ആര്? LG ഗാർഡൻ, R ഹെൽമൻ ഗുണ്ടർട്ട്, വൈക്കത്ത് പാച്ചുമൂത്തത്, കേരളവർമ്മ വലിയ കോയത്തമ്പുരാൻ. ആദ്യത്തെ തിരുവിതാംകൂർ ചരിത്രം, ആദ്യത്തെ ഭാഷാ വ്യാകരണം ഇത് തയ്യാറാക്കിയത് വൈക്കത്ത് പാച്ചുമൂത്തത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 7. ചോദ്യം: പടയണിയുടെ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് കാവ്യരംഗത്തെത്തിയ കവി ആര്? കടമ്മനിട്ട രാമകൃഷ്ണൻ, അയ്യപ്പപ്പണിക്കർ, NN കക്കാട്, കാവാലം നാരായണപ്പണിക്കർ. പടയണിയുടെ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് കാവ്യരംഗത്തെത്തിയ കവിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ. 8. ചോദ്യം: എൻ്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് എന്ന കവിത രചിച്ചത് ആര്? എൻ്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത്. ONV കുറുപ്പ്, വയലാർ രാമവർമ്മ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, P ഭാസ്കരൻ. ആൻസർ ഓപ്ഷൻ ബി, വയലാർ രാമവർമ്മ. എൻ്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത്. MV അപ്പൻ്റെ ആത്മകഥ ഏത്? ഓർമ്മയുടെ തീരങ്ങളിൽ, എൻ്റെ വഴിത്തിരിവ്, ഓർമ്മച്ചുരുൾ, ജീവിതപാത. ഇതിനകത്ത് MV അപ്പൻ്റെ ആത്മകഥയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓർമ്മച്ചുരുൾ. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കരപ്പിള്ളയുടേതാണ്. ഓർമ്മച്ചുരുൾ ആണ് MV അപ്പൻ്റെ ആത്മകഥ. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമരപ്പൂവോ ഈ വരികളുടെ രചയിതാവാര്? കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ, ഇരയിമ്മൻ തമ്പി, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമരപ്പൂവോ, ഇരയിമ്മൻ തമ്പി. ഓപ്ഷൻ സി. അടുത്ത 11. ചോദ്യം: G ശങ്കരക്കുറുപ്പിൻ്റെ മിസ്റ്റിക് കാവ്യം എന്നറിയപ്പെടുന്ന കൃതി ഏത്? സൂര്യകാന്തി, നിമിഷങ്ങൾ, പൂജാരി, വടക്ക് നോക്കി യന്ത്രം. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. G ശങ്കരക്കുറുപ്പിൻ്റെ സൂര്യകാന്തിയാണ് മിസ്റ്റിക് കാവ്യമായിട്ട് അറിയപ്പെടുന്നത്. 12. ചോദ്യം: പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ടെ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആര്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അന്നത്തെ യുവാക്കളിൽ സ്വാതന്ത്ര്യ വീര്യം ഉണർത്തുവാൻ വേണ്ടിയിട്ട് രചിച്ച ഒരു കവിതയാണ് പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ടെ. നമ്മുടെ ദേശീയ പതാക ദൂരേക്ക് ദൂരേക്ക് ഉയരട്ടെ എന്നാണ് ഇതിനകത്ത് ആഹ്വാനം ചെയ്യുന്നത്.
ആൻസറായിട്ട് വരുന്നത് ഓപ്ഷനായിട്ട് വരുന്നത് കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ജി ശങ്കരക്കുറുപ്പ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോളും ഉള്ളൂരുമൊക്കെയാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തൂലിക ചലിപ്പിച്ച കവി. കുമാരനാശാൻ ജാതീയമായ അസമത്വങ്ങൾക്കായിരുന്നു കൂടുതലായിട്ടും ഊന്നൽ നൽകിയത്. അടുത്ത 13ാമത്തെ ചോദ്യം, മലയാളത്തിലെ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ് വയലാർ രാമവർമ്മ, പി ഭാസ്കരൻ, ONV കുറുപ്പ്, മഹാകവി ഉള്ളൂർ. മലയാളത്തിലെ വിപ്ലവ കവിയാണ് വയലാർ രാമവർമ്മ. ആൻസർ ഓപ്ഷൻ എ. 14ാമത്തെ ചോദ്യം, കവിരാമായണത്തിൻ്റെ കർത്താവാര്? കവിരാമായണം മൂലൂർ എസ് പത്മനാഭപ്പണിക്കർ, പന്തളം കേരളവർമ്മ, കുമാരനാശാൻ, ഉള്ളൂർ. കവിരാമായണം മൂലൂർ എസ് പത്മനാഭപ്പണിക്കർ. ആൻസർ ഓപ്ഷൻ എ. 15ാമത്തെ ചോദ്യം, നവ്യകവിതയുടെ കർത്താവും പ്രയോക്താവും എന്നറിയപ്പെടുന്നത് ആര്? നവ്യകവിതയുടെ കർത്താവും പ്രയോക്താവും വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഡോക്ടർ കെ അയ്യപ്പപ്പണിക്കർ, ONV കുറുപ്പ്. നവ്യകവിതയുടെ പ്രയോക്താവും കർത്താവുമാണ് ഡോക്ടർ കെ അയ്യപ്പപ്പണിക്കർ. ആൻസർ ഓപ്ഷൻ സി ആയിട്ടാണ് വരുന്നത്. 16ാമത്തെ ചോദ്യം, പറയിപെറ്റ പന്തിരുകുലം എന്ന ഐതിഹ്യത്തിലെ ബ്രാഹ്മണ കഥാനായകൻ ആര്? അഗ്നിഹോത്രി, വരരുചി, മേഴത്തൂർ അഗ്നിഹോത്രി, പാക്കനാർ. അപ്പോൾ പറയിപെറ്റ പന്തിരുകുലം എന്ന ഐതിഹ്യത്തിലെ ബ്രാഹ്മണ കഥാനായകനാണ് വരരുചി. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 17, കക്കാടിൻ്റെ മുഴുവൻ പേരെന്ത്? കക്കാട് എന്ന് നമ്മൾ പറയുന്നത് NN കക്കാട് എന്നാണല്ലേ. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസ് ഏതൊക്കെ വന്നേക്കണമെന്ന് നോക്കിയേ. നാരായണൻ നമ്പൂതിരി, പരമേശ്വരൻ നമ്പൂതിരി, ശങ്കരൻ നമ്പൂതിരി, ഗോവിന്ദൻ നമ്പൂതിരി. NN കക്കാട് എന്ന് പറയുമ്പോൾ എന്താണ് ഏതാണെന്ന് നോക്കണം. നാരായണൻ നമ്പൂതിരി. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 18ാമത്തെ ചോദ്യം, ഭാരതപ്പഴമ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഭാരതപ്പഴമ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഓപ്ഷൻസ് ഡോക്ടർ കെ അയ്യപ്പൻ, LLR റാവു, C അച്യുതമേനോൻ, പി ഗോവിന്ദപിള്ള. ഭാരതപ്പഴമ എന്ന ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ കെ അയ്യപ്പനാണ്. ആൻസർ ഓപ്ഷൻ എ. അടുത്ത 13ാമത്തെ ചോദ്യം. 19ാമത്തെ ചോദ്യം, ചങ്ങമ്പുഴയെ അനുകരിക്കുന്ന ഗാനാത്മകത കൊണ്ട് കാവ്യരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കവി ആര്? ചങ്ങമ്പുഴയുടെ കവിതകൾക്കെല്ലാം നല്ല ഗാനാത്മകതയാണ്. അതുപോലെ തന്നെ ചങ്ങമ്പുഴയുടെ കവിതകളെ അനുസ്മരിക്കുന്ന ഗാനാത്മകത കൊണ്ട് കാവ്യരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു കവിയാണ് ONV കുറുപ്പ്, വിഷ്ണുനാരായണൻ നമ്പൂതിരി, ഇടശ്ശേരി കുഞ്ഞുണ്ണി മാഷ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വിഷ്ണു നാരായണൻ നമ്പൂതിരി. അടുത്ത 20ാമത്തെ ചോദ്യം, പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഏത്? പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ എൻ്റെ വഴിത്തിരിവ്, ജീവിത സ്മരണകൾ, വഴിവിളക്കുകൾ, കാലത്തിൻ്റെ സാക്ഷി. അപ്പോൾ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ്. ആൻസർ ഓപ്ഷൻ എ. ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ളയുടേതാണ്. 21ാമത്തെ ചോദ്യം, സമകാലിക ജീവിത പ്രശ്നങ്ങളെ സമഗ്രമായി അവതരിപ്പിക്കുന്ന കവി ആര്? NV കൃഷ്ണവാര്യർ, ONV കുറുപ്പ്, കാവാലം നാരായണപ്പണിക്കർ, വിഷ്ണു നാരായണൻ നമ്പൂതിരി. ഇവരിൽ ആരാണ് സമകാലിക ജീവിത പ്രശ്നങ്ങളെ സമഗ്രമായി അവതരിപ്പിക്കുന്ന കവി? ആൻസർ ഓപ്ഷൻ സി, കാവാലം നാരായണപ്പണിക്കർ സമകാലികമായ ജീവിത പ്രശ്നങ്ങളെ സമഗ്രമായിട്ട് ആവിഷ്കരിക്കുന്നു. 22ാമത്തെ ചോദ്യം, വയലാർ രാമവർമ്മ രചിച്ച മാടവനപ്പറമ്പിലെ ചിത എന്ന കവിതയിൽ അനുസ്മരിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻസ് സഹോദരൻ അയ്യപ്പനെ, കെ ബാലകൃഷ്ണപിള്ളയെ, TK മാധവനെ, കുമാരനാശാനെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാടവനപ്പറമ്പിലെ ചിത എന്ന കവിത രചിച്ചത് ആരാണ് ചോദിക്കാം. വയലാർ രാമവർമ്മ. അല്ലെങ്കിൽ ഇതിനകത്ത് ഓപ്ഷനിലെ ആൻസർ ഉണ്ടല്ലോ, ആ ആൻസർ എടുത്ത് വെച്ചുകൊണ്ട് ചോദിക്കാം.
ഇന്നയാളെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വയലാർ രാമവർമ്മ രചിച്ച കവിത ഏതാണെന്ന്. അപ്പോൾ മാടവനപ്പറമ്പിലെ ചിത. ഇപ്പോൾ AR രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ കവിതയാണ് പ്രരോദനം. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആരെ അനുസ്മരിച്ചുകൊണ്ടാണ് വയലാർ രാമവർമ്മ മാടവനപ്പറമ്പിലെ ചിത എന്ന കവിത രചിച്ചത്? കേസരി ബാലകൃഷ്ണ പിള്ളയാണ്. ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ മറ്റൊരു ചോദ്യം ഏത് രൂപത്തിൽ വരാം? കേസരി ബാലകൃഷ്ണ പിള്ളയെ അനുസ്മരിച്ചുകൊണ്ട് വയലാർ രാമവർമ്മ രചിച്ച കൃതി ഏതാണെന്ന് ചോദിക്കാം. മാടവനപ്പറമ്പിലെ ചിത. അത് പ്രത്യേകം ഒന്ന് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 23ാമത്തെ ചോദ്യം. ഋജുവായ ആക്ഷേപഹാസ്യ കവിതയുടെ കർത്താവാരും? ആക്ഷേപഹാസ്യ കവിതകൾ എഴുതുന്നത് ആരാണ്? കുഞ്ഞുണ്ണി മാഷ്, സന്തോഷ് ഏച്ചിക്കാനം, സുകുമാർ അഴീക്കോട്, ചെമ്മനം ചാക്കോ. ഇതിനകത്ത് നമുക്ക് 2 ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. സന്തോഷ് ഏച്ചിക്കാനും സുകുമാർ അഴീക്കോടും അല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. കുഞ്ഞുണ്ണി മാഷാണോ ചെമ്മനം ചാക്കോയാണോ എന്നൊരു സംശയം ഉണ്ടാകാം. അപ്പോൾ ഋജുവായ ആക്ഷേപഹാസ്യ കവിതകൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചെമ്മനം ചാക്കോ. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളെല്ലാം കുഞ്ഞു കവിതകളാണ്, അതിലും ആക്ഷേപഹാസ്യം നിറയുന്നുണ്ട്. 24ാമത്തെ ചോദ്യം. എൻ്റെ കൃതികളിൽ വെച്ച് വിലക്ഷണ രീതിയിലുള്ള ഒരു കാവ്യം ഇതാണെന്ന് മുഖവുരയിൽ കുമാരനാശാൻ എഴുതിയ കാവ്യം ഏത്? അതായത് ആശാൻ ഒരുപാട് കാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട്, കവിതകളുടെ കാവ്യങ്ങളൊക്കെ ആയിട്ടല്ലേ. അതിൽ ആശാൻ രചിച്ച വിലക്ഷണ കാവ്യം ഏതാണ് എന്ന് ചുരുക്കത്തിൽ നമുക്ക് പറയാം. ഏതാണ്? കരുണ, ചണ്ഡാലഭിഷയെ, ദുരവസ്ഥ, വീണപൂവ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ആശാൻ രചിച്ച വിലക്ഷണ രീതിയിലുള്ള കവിതയാണ് ദുരവസ്ഥ. ആശാൻ്റെ ഏറ്റവും ഒടുവിലത്തെ കവിതയാണ് കരുണ. ആശാൻ്റെ ഒരു ഏറ്റവും പ്രശസ്തമായ ഖണ്ഡകാവ്യമാണ് അല്ലേ, കവിതാരംഗത്തൊരു പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ച കൃതിയാണ് വീണപൂവ് എന്നുള്ളത്. അപ്പോൾ ആശാൻ്റെ വിലക്ഷണ രീതിയിലുള്ള കവിതയാണ് ദുരവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ. ഗദ്യാത്മക കവിതയുടെ പ്രയോക്താവ് എന്നറിയപ്പെടുന്ന കവി ആര്? ഗദ്യമാണ്, പക്ഷെ കവിതയാണ്. അതാണ് ഗദ്യാത്മക കവിത. ഗദ്യം എന്നല്ല, ഒരു ഗദ്യത്തിൻ്റെ ഒരു സ്റ്റൈലും കൂടെ തന്നെ. ഗദ്യാത്മക കവിതയുടെ പ്രയോക്താവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻസ്: സച്ചിദാനന്ദൻ, കെ അയ്യപ്പ പണിക്കർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, കടമ്മനിട്ട രാമകൃഷ്ണൻ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഗദ്യാത്മക കവിതയുടെ പ്രയോക്താവ് സച്ചിദാനന്ദൻ ആണ്. അടുത്ത ചോദ്യം. ഇന്ദുലേഖ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? ഇന്ദുലേഖ ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? 1987-ലാണോ, 1891-ലാണോ, 1889-ലാണോ, 1895-ലാണോ? ഇന്ദുലേഖ എന്ന നോവൽ ആരാണ് രചിച്ചത്? ഒ ചന്തുമേനോൻ അല്ലേ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ. അത് രചിച്ചത് 1889-ലാണ്. ആൻസർ ഓപ്ഷൻ സി. 27ാമത്തെ ചോദ്യം. അടിയന്തരാവസ്ഥയുടെ പീഡനത്തെക്കുറിച്ച് സച്ചിദാനന്ദൻ എഴുതിയ കവിത ഏത്? അപ്പോൾ അടിയന്തരാവസ്ഥയുടെ പീഡനം, ആ കാലഘട്ടത്തിലെ പീഡനത്തെക്കുറിച്ച് സച്ചിദാനന്ദൻ എഴുതിയ കവിതയാണ്. കവിതയിലെ പേര് സൂചിക്കുന്നത് പോലെ തന്നെ, കവിതയിലെ പരാമർശം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പീഡനകാലം എന്നാണ്. പീഡനത്തെക്കുറിച്ച് അല്ലേ, അടിയന്തരാവസ്ഥയുടെ പീഡനത്തെക്കുറിച്ച് പീഡനകാലം എന്ന കവിത എഴുതാരാണ് ചോദിക്കാം. സച്ചിദാനന്ദനാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് ഏതാണ് വന്നത്? ബി ആണ് ഓപ്ഷനായിട്ട് വന്നത്. അടുത്ത 28ാമത്തെ ചോദ്യം. തപാൽ മിസ്ട്രസ് ആയിരുന്ന മലയാള കവയിത്രി ആര്? തപാൽ മിസ്ട്രസ്, ആ ഒരു പേരിലാണ് ഒരു കവയിത്രി അറിയപ്പെട്ടത്. ആരാണ്? സുഗതകുമാരി, മേരി ജോൺ തോട്ടം, ബാലാമണി അമ്മ, കമല സുരയ്യ. ഇതിലാരാണ് തപാൽ മിസ്ട്രസ് ആയിരുന്നു അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആരാണ്? മേരി ജോൺ തോട്ടം. മേരി ജോൺ തോട്ടമാണ് തപാൽ മിസ്ട്രസ് ആയിട്ട് അറിയപ്പെടുന്ന മലയാള കവയിത്രി. 29ാമത്തെ ചോദ്യം. ഡി വിനയചന്ദ്രൻ്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി ഏത്? ഡി വിനയചന്ദ്രൻ്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? പാഴ്നിലം, ഭൂമിയുടെ പൊരുൾ, വിനയചന്ദ്രിക, കബീറിൻ്റെ പാട്ടുകൾ.
ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. വിനയചന്ദ്രൻ്റെ കൃതിയാണ് വിനയചന്ദ്രിക. അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഡി വിനയചന്ദ്രൻ്റെ മാസ്റ്റർ പീസ് വിനയചന്ദ്രിക എന്ന കൃതിയാണ്. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇരട്ടക്കുട്ടികളായ എസ്തേയും റാഹേലും മുഖ്യ കഥാപാത്രങ്ങളായ നോവലേത്? മുഖ്യ കഥാപാത്രങ്ങളായ നോവൽ ഏതാണ്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ആരാച്ചാർ. ഇതിനകത്ത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആരാ എഴുതിയെന്നറിയാമല്ലോ? കമൻറ്റ് ചെയ്യണം. അറിയാൻ പാടില്ലെങ്കിൽ പറഞ്ഞു തരും. KR മീരയുടെ ആരാച്ചാറാണോ അതോ ഞാൻ എഴുത്തുകാരെ പറയില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് കമൻസിനകത്ത് രേഖപ്പെടുത്തണം. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഇരട്ടക്കുട്ടികളായ റാഹേലും എസ്തേയും മുഖ്യ കഥാപാത്രങ്ങളായി വരുന്ന നോവലാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. 30 ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് മലയാളവുമായി കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ നെറ്റ് സെറ്റ് ഇവർക്കൊക്കെ പ്രയോജനപ്രദമായ 30 ക്വസ്റ്റ്യനാണ്. ഇനിയും കമൻസുകൾ ഇട്ട് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നൽകേണ്ടതാണ്. ഓക്കെ.